ഓം ശാന്തി 8-4-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഈ കണ്ണുകളിലൂടെ എന്തെല്ലാമാണോ കാണുന്നത്, ഇതെല്ലാം തന്നെ നശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്നും പരിധിയില്ലാത്ത വൈരാഗ്യം വെക്കണം. ബാബ നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം: നിങ്ങൾ കുട്ടികളുടെ ശാന്തിയിൽ ഏത് രഹസ്യമാണ് അടങ്ങിയിട്ടുള്ളത്? ഉത്തരം: എപ്പോഴാണോ നിങ്ങൾ ശാന്തിയിൽ ഇരിക്കുന്നത്, അപ്പോൾ ശാന്തി ധാമത്തെയാണ് ഓർമ്മിക്കുന്നത്. നിങ്ങൾക്കറിയാം, ശാന്തി അർത്ഥം ജീവിച്ചിരിക്കെ മരിക്കുക. ഇവിടെ ബാബ നിങ്ങൾക്ക് സദ്ഗുരുവിന്റെ രൂപത്തിൽ ശാന്തിയിലിരിക്കാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ ശാന്തിയിലിരുന്ന് വികർമ്മങ്ങൾ ഇല്ലാതാക്കുന്നു. നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്, ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. മറ്റുള്ള സത്സംഗത്തിൽ ശാന്തിയിൽ ഇരിക്കുന്നു, പക്ഷെ അവർക്ക് ശാന്തിധാമത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ല. ഓം ശാന്തി. മധുരമധുരമായ സിഖിലതെ, അതായത് കളഞ്ഞുപോയി തിരികെ കിട്ടിയ ആത്മീയ കുട്ടികളെ പ്രതി ശിവബാബ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നാണ്, പക്ഷേ ശിവബാബയാണ് പറഞ്ഞത്. ശ്രീകൃഷ്ണനെ ഒരിക്കലും ബാബ എന്ന് പറയില്ല. ഭാരതവാസികൾക്കറിയാം, 2 അച്ഛന്മാരാണ്. ഒന്ന് ലൗകികം, രണ്ടാമത് പാരലൗകികം. പാരലൗകിക അച്ഛനെ പരമപിതാവ് എന്നാണ് പറയുക. ലൗകിക അച്ഛനെ ഒരിക്കലും പരമപിതാവ് എന്ന് പറയില്ല. ലൗകിക പിതാവല്ല നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. പാരലൗകിക അച്ഛൻ പാരലൗകിക കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. ആദ്യമാദ്യം നിങ്ങൾ ശാന്തിധാമത്തിലേക്കാണ് പോകുന്നത്. ഇതിനെ മുക്തിധാമം, വാനപ്രസ്ഥം, നിർവാണധാമം എന്നെല്ലാം പറയുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ ശാന്തിധാമത്തിലേക്ക് പോകണം. അതിനെ മാത്രമാണ് ശാന്തിയുടെ കൊടുമുടി എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ടും ആദ്യമാദ്യം ശാന്തിയിൽ ഇരിക്കണം. പക്ഷെ മറ്റുള്ളവർക്ക് ശാന്തിധാമത്തിനെ കുറിച്ചുള്ള ജ്ഞാനമില്ല. കുട്ടികൾക്കറിയാം, നമ്മൾ ആത്മാക്കൾക്ക് ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകണം. ഏത് സമയത്ത് വേണമെങ്കിലും ഈ ശരീരം നശിക്കും. അതുകൊണ്ട് ബാബ എന്താണോ പഠിപ്പിക്കുന്നത് അത് നല്ല രീതിയിൽ പഠിക്കണം. ബാബ സുപ്രീം, അതായത് ഉയർന്ന ടീച്ചറാണ്. സദ്ഗതി ദാതാവായ ഗുരുവുമാണ്. അതുകൊണ്ട് ബാബയുമായി യോഗം വെക്കണം. ഈ ഒരാൾ തന്നെയാണ് 3 തരത്തിലുള്ള സേവനവും ചെയ്യുന്നത്. ഇങ്ങനെ വേറെ ഒരാൾ പോലും 3 തരത്തിലുള്ള സേവനവും ചെയ്യുന്നില്ല. ഈ ഒരു ബാബ തന്നെയാണ് ശാന്തിയിലിരിക്കാനും നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിച്ചിരിക്കെ മരിക്കുന്നതിനെ തന്നെയാണ് ശാന്തിയിലിരിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമുക്കിപ്പോൾ ശാന്തിധാമത്തിലേക്ക്, അതായത് വീട്ടിലേക്ക് പോകണം. ഏതുവരെ പവിത്രാത്മാക്കളായി മാറുന്നില്ലയോ, അതുവരേക്കും വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. എല്ലാവർക്കും പോകണം. അതുകൊണ്ടാണ് പാപകർമ്മത്തിന്റെ ശിക്ഷകൾ അവസാന സമയത്ത് ലഭിക്കുന്നത്. പിന്നീട് പദവിയും നഷ്ടപ്പെടുന്നു, ശിക്ഷയും ലഭിക്കും. പിന്നീട് ചില്ലറ പദവിയും ലഭിക്കുന്നു. കാരണം മായയോട് പരാജയപ്പെടുന്നു. ബാബ വരുന്നത് മായയുടെ മേൽ വിജയിപ്പിക്കുന്നതിനായാണ്. പക്ഷെ തെറ്റിൽപ്പെട്ട് ബാബയെ ഓർമ്മിക്കുന്നില്ല. ഇവിടെ ഒരേ ഒരു ബാബയെ തന്നെ വേണം ഓർമ്മിക്കാൻ. ഭക്തിമാർഗത്തിലും ധാരാളം അലയുന്നുണ്ട്. ആരുടെ മുന്നിലാണോ തലകുനിക്കുന്നത് അവരെ തന്നെ അറിയുന്നില്ല. ബാബ വന്ന് അലയുന്നതിൽ നിന്നും മുക്തമാക്കുകയാണ്. മനസ്സിലാക്കി തരുന്നു, ജ്ഞാനം പകലാണ്, ഭക്തി രാത്രിയും. രാത്രിയിലാണ് ബുദ്ധിമുട്ടേണ്ടി വരിക. ജ്ഞാനത്തിലൂടെ പകൽ
അതായത് സത്യത്രേത യുഗം. ഭക്തി അർത്ഥം രാത്രി, അതായത് ദ്വാപര കലിയുഗം. ഇതാണ് മുഴുവൻ ഡ്രാമയുടെ കാലയളവ്. പകുതി സമയം പകലും പകുതി സമയം രാത്രിയുമാണ്. പ്രജാപിത ബ്രഹ്മകുമാരി കുമാരന്മാരുടെ പകലും രാത്രിയുമാണ്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. പരിധിയില്ലാത്ത അച്ഛൻ പരിധിയില്ലാത്ത സംഗമത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ശിവരാത്രി എന്ന് പറയുന്നത്. ശിവരാത്രി എന്ന് എന്തിനെയാണ് പറയുന്നത് എന്ന് മനുഷ്യന് അറിയില്ല. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും തന്നെ ശിവരാത്രിയുടെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. കാരണം ഇത് മധ്യത്തിലാണ്. രാത്രി പൂർത്തിയായി പിന്നീട് പകൽ ആരംഭിക്കുകയാണ്. ഇതിനെയാണ് പുരുഷോത്തമ സംഗമയുഗം എന്ന് പറയുന്നത്. പഴയ ലോകത്തിന്റെയും പുതിയ ലോകത്തിന്റെയും മധ്യം. ബാബ വരുന്നത് തന്നെ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്, അല്ലാതെ ഓരോ യുഗത്തിലും വരുന്നില്ല. സത്യത്രേതായുഗത്തിന്റെ സംഗമത്തെയും സംഗമയുഗം എന്ന് പറയുന്നത് വളരെ വലിയ തെറ്റാണ്. ശിവബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാപം നശിക്കുന്നു. ഇതിനെ യോഗാഗ്നി എന്നും പറയുന്നു. നിങ്ങളെല്ലാവരും ബ്രാഹ്മണരാണ്. യോഗം പഠിക്കുന്നത് പവിത്രമായി തീരാനാണ്. മറ്റുള്ള ബ്രാഹ്മണർ നിങ്ങളെ കാമചിതയിലേക്കാണ് കയറ്റുന്നത്. മറ്റുള്ള ബ്രാഹ്മണരും നിങ്ങൾ ബ്രാഹ്മണരും തമ്മിൽ രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമുണ്ട്. അവർ കുഖവംശാവലികളാണ്, നിങ്ങൾ മുഖവംശാവലികളാണ്. ഓരോ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ്. ആര് വന്നാലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതായുണ്ട്. പരിധിയില്ലാത്ത അച്ഛനെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം നശിക്കും. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നുമുള്ള സമ്പത്തും ലഭിക്കുന്നു. പിന്നീട് എത്രത്തോളം ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നുവോ ചെയ്യിപ്പിക്കുന്നുവോ അത്രത്തോളം ഉയർന്ന പദവിയും ലഭിക്കുന്നു. ബാബ വരുന്നത് തന്നെ പതിതരെ പാവനമാക്കുന്നതിനായാണ്. അപ്പോൾ നിങ്ങളും ഈ സേവനം ചെയ്യണം. എല്ലാവരും പതിതരാണ്. ഗുരുക്കന്മാർക്ക് ആരെയും പാവനമാക്കാൻ സാധിക്കില്ല. പതിത പാവനൻ എന്ന പേര് ശിവബാബയുടേതാണ്. ബാബ വരുന്നത് തന്നെ ഇവിടേക്കാണ്. എപ്പോഴാണോ ഡ്രാമ പ്ലാൻ അനുസരിച്ച് എല്ലാവരും പതീതമായി തീരുന്നത്, അപ്പോഴാണ് ബാബ വരുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കി തരുന്നത് ഇതാണ്, എന്നെ തന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ അവരെ പതിത പാവന എന്ന് വിളിക്കുന്നു. ആത്മീയ അച്ഛനെയാണ് പതിത പാവനൻ എന്ന് പറയുന്നത്. വിളിക്കുന്നത് അല്ലയോ ഭഗവാനെ, അല്ലയോ ബാബ എന്നാണ്. പക്ഷെ ആർക്കും തന്നെ പരിചയമില്ല. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗികൾക്ക് പരിചയം ലഭിക്കുന്നു. അവർ നരകവാസികളാണ്. നിങ്ങൾ നരകവാസികളല്ല. പക്ഷെ അഥവാ ആരെങ്കിലും തോൽക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് വീണുപോകും. സമ്പാദ്യമെല്ലാം തന്നെ നഷ്ടപ്പെടുന്നു. പതീതത്തിൽ നിന്ന് പാവനമായി തീരുക എന്നുള്ളതാണ് മുഖ്യമായ കാര്യം. ഇത് വികാരി ലോകമാണ്. എവിടെയാണോ ദേവതകൾ രാജ്യം ഭരിക്കുന്നത് അത് നിർവികാരി ലോകമാണ്, പുതിയ ലോകമാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഇത് അറിഞ്ഞു കഴിഞ്ഞു. ആദ്യം ദേവതകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ജന്മമെടുക്കുന്നത്. അതിലും ആരാണോ ആദ്യത്തെ സൂര്യവംശികൾ അവർ ആദ്യം വരുന്നു. 21 ജന്മങ്ങളുടെ സമ്പത്ത് നേടുന്നു. പവിത്രത, സുഖം, ശാന്തി ഇവയുടെ പരിധിയില്ലാത്ത സമ്പത്താണ്. സംഗമയുഗത്തെയാണ് പൂർണ്ണ സുഖധാമം എന്ന് പറയുന്നത്. ത്രേതായുഗത്തിൽ പകുതി സുഖം മാത്രമേയുള്ളൂ. കാരണം 2 കല കുറയുന്നു. കല കുറയുന്നതിലൂടെ പ്രകാശം കുറയുന്നു. ചന്ദ്രന്റെയും കല കുറയുന്നതിലൂടെ പ്രകാശം കുറയുന്നുണ്ട്.
അവസാനം ഒരു വര മാത്രമായി അവശേഷിക്കുന്നു. പൂർണമായും അപ്രത്യക്ഷമാകുന്നില്ല. നിങ്ങളുടെയും അങ്ങനെ തന്നെയാണ്, പൂർണമായും ഇല്ലാതാകുന്നില്ല. ഇതിനെയാണ് മാവിൽ ഉപ്പ് പോലെയുള്ള സത്യമെന്ന് പറയുന്നത്. ബാബ ആത്മാക്കൾക്കാണ് മനസ്സിലാക്കി തരുന്നത്. ഇത് ആത്മാക്കളുടെയും പരമാത്മാവിന്റെയും മേളയാണ്. ഇതിൽ ബുദ്ധി ഉപയോഗപ്പെടുത്തണം. പരമാത്മാവ് എപ്പോഴാണ് വരുന്നത്? എപ്പോഴാണോ ധാരാളം മനുഷ്യർ അഥവാ ആത്മാക്കൾ ഉണ്ടാകുന്നത്, അപ്പോഴാണ് പരമാത്മാവ് മേളയിലേക്ക് വരുന്നത്. ആത്മാക്കളുടെയും പരമാത്മാവിന്റെയും മേള എന്തിനാണ് ഉണ്ടാകുന്നത്? ഭക്തിയിലുള്ള മേള വീണ്ടും അഴുക്കായി തീരുന്നതിനാണ്. ഈ സമയത്ത് നിങ്ങൾ പൂന്തോട്ടക്കാരനിലൂടെ മുള്ളിൽ നിന്നും പുഷ്പത്തിന് സമാനമായി തീർന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയായി തീരുന്നു? ഓർമ്മയുടെ ബലത്തിലൂടെ. ബാബയെ സർവശക്തനെന്ന് പറയുന്നു. എങ്ങനെയാണോ ബാബ സർവശക്തൻ, അതുപോലെ രാവണന്റെ ശക്തിക്കും ഒട്ടും കുറവില്ല. ബാബ സ്വയം പറയുന്നു, മായ വളരെയധികം ബലവാനാണ്, സമർത്ഥനാണ്. പറയുന്നു, ബാബ ഞങ്ങൾ അങ്ങയെ ഓർമ്മിക്കുമ്പോൾ മായ മറവിപ്പിക്കുന്നു. പരസ്പരം ഇപ്പോൾ ശത്രുവായി തീർന്നില്ലേ? ബാബ വന്ന് മായയുടെ മേൽ വിജയം പ്രാപ്തമാക്കി തരുന്നു. മായ പിന്നീട് തോൽപ്പിക്കുന്നു. ദേവതകളുടെയും അസുരന്മാരുടെയും യുദ്ധത്തെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇതാണ് യുദ്ധം. നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ദേവതയായി തീരുന്നു. മായ ഓർമ്മയിലാണ് വിഘ്നമുണ്ടാക്കുന്നത്. പഠിപ്പിൽ വിഘ്നമുണ്ടാക്കുകയില്ല. ഓർമ്മയിൽ തന്നെയാണ് വിഘ്നം ഉണ്ടാകുന്നത്. ഇടയ്ക്കിടെ മായ മറവിപ്പിക്കുന്നു. ദേഹ അഭിമാനികളായി തീരുന്നതിലൂടെ മായയുടെ അടി ഏൽക്കുന്നു. ആരാണോ കാമികൾ അവരെ പ്രതി കടുത്ത വാക്കുകളാണ് പറയുക. ഇത് രാവണ രാജ്യമാണ്. ഇവിടെയും പാവനമായി തീരാൻ പറഞ്ഞാൽ ആകുന്നില്ല. ബാബ പറയുന്നു, കുട്ടികളെ വികാരത്തിലേക്ക് പോകരുത്, മുഖം കറുപ്പിക്കരുത്. പിന്നെയും എഴുതുന്നു, ബാബ മായ തോൽപ്പിച്ചു, അതായത് മുഖം കറുപ്പിച്ചു. വെളുത്തവരും കറുത്തവരും എന്ന് പറയാറുണ്ട്. വികാരികൾ കറുത്തവരും നിർവികാരികൾ വെളുത്തവരുമാണ്. ശ്യാമസുന്ദരന്റെയും അർത്ഥം ലോകത്തിൽ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും തന്നെ അറിയില്ല. കൃഷ്ണനെയും ശ്യാമസുന്ദരൻ എന്ന് പറയാറുണ്ട്. ബാബ അവരുടെ തന്നെ പേരിന്റെ അർത്ഥമാണ് മനസ്സിലാക്കി തരുന്നത്. സ്വർഗത്തിലെ ആദ്യ രാജകുമാരനായിരുന്നു. മനോഹാരിതയിൽ നമ്പർ 1 ഇവരാണ്. പിന്നീട് പുനർജന്മങ്ങൾ എടുത്തെടുത്ത് താഴേക്കിറങ്ങി വന്ന് കറുത്തതായി മാറി. അപ്പോൾ പേര് ശ്യാമസുന്ദരൻ എന്നായി. ഇതിന്റെ അർത്ഥവും ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. ശിവബാബ സദാ സുന്ദരനാണ്. ബാബ വന്ന് തന്റെ കുട്ടികളെ സുന്ദരനാക്കി മാറ്റുന്നു. പതീതർ കറുത്തവരും പാവനമായവർ സുന്ദരവുമായി തീരുന്നു. പ്രകൃതിപരമായ സൗന്ദര്യമാണ്. നിങ്ങൾ കുട്ടികൾ വന്നിരിക്കുന്നത് തന്നെ സ്വർഗത്തിന്റെ അധികാരികളായി തീരാനാണ്. ഇങ്ങനെയൊരു മഹിമയുണ്ട്. ശിവഭഗവാനു വാച, മാതാക്കളിലൂടെയാണ് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് വന്ദേ മാതരം എന്ന് പറയുന്നു. വന്ദേ മാതരം എന്ന് പറയുമ്പോൾ ഉറപ്പാണ് പിതാവുമുണ്ട് എന്ന്. ബാബ മാതാക്കളുടെ മഹിമയെ വർദ്ധിപ്പിക്കുന്നു. ആദ്യം ലക്ഷ്മി, പിന്നീട് നാരായണനാണ്. ഇവിടെയാണെങ്കിൽ ആദ്യം മിസ്റ്റർ, പിന്നീടാണ് മിസ്സസ് എന്ന് വെക്കുന്നത്. ഡ്രാമയുടെ രഹസ്യം ഇങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ബാബയാകുന്ന രചയിതാവ് ആദ്യം തന്റെ പരിചയം നൽകുന്നു. ഒന്ന് പരിധിയുള്ള ലൗകിക പിതാവ്, മറ്റൊന്ന് പരിധിയില്ലാത്ത പാരലൗകിക പിതാവ്.
പരിധിയില്ലാത്ത അച്ഛനെ ഓർമ്മിക്കുന്നത് തന്നെ പരിധിയില്ലാത്ത സമ്പത്ത് നേടുന്നതിനാണ്. പരിധിയുള്ള സമ്പത്ത് ലഭിച്ചിട്ടും പരിധിയില്ലാത്ത അച്ഛനെ ഓർമ്മിക്കുന്നു. ബാബ, അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ മറ്റെല്ലാ സംഘവും ഉപേക്ഷിച്ച് അങ്ങുമായി മാത്രം കൂട്ടുവയ്ക്കും. ഇത് ആരാണ് പറഞ്ഞത്? ആത്മാക്കൾ. ആത്മാക്കൾ ഈ അവയവത്തിലൂടെ പാർട്ട് അഭിനയിക്കുന്നു. ഓരോ ആത്മാവും ഏത് രീതിയിലുള്ള കർമ്മമാണോ ചെയ്യുന്നത് അതനുസരിച്ച് ജന്മമെടുക്കുന്നു. ധനവാന്മാർ സാധാരണക്കാരനായി തീരുന്നു. ഇതും കർമ്മമാണ്. ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിന്റെ അധികാരികളാണ്. ഇവർ ഇങ്ങനെയായി തീരാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. ഇത് നിങ്ങൾക്കേ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കൂ. ബാബ പറയുന്നു, ഈ കണ്ണുകളിലൂടെ നിങ്ങൾ എന്തെല്ലാമാണോ കാണുന്നത് അതിനോട് വൈരാഗ്യം ഉണ്ടായിരിക്കണം. ഇതെല്ലാം തന്നെ നശിക്കാൻ പോവുകയാണ്. പുതിയ കെട്ടിടം ഉണ്ടാക്കുമ്പോൾ പഴയതിനോട് വൈരാഗ്യം ഉണ്ടാകുന്നു. കുട്ടികൾ പറയുന്നു, അച്ഛൻ പുതിയ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നു, ഞങ്ങൾ അതിലേക്ക് പോകുന്നു എന്ന്. ഈ പഴയ കെട്ടിടം തവിടുപൊടിയായി തീരും. ഇതെല്ലാം തന്നെ പരിധിയില്ലാത്ത കാര്യങ്ങളാണ്. കുട്ടികൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ് പുതിയ ലോകത്തിന്റെ സ്ഥാപന നിർവഹിക്കാൻ. ഇത് പഴയ അഴുക്ക് നിറഞ്ഞ ലോകമാണ്. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ത്രിമൂർത്തി ശിവന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ വിജയം പ്രാപ്തമാക്കുന്നു. വാസ്തവത്തിൽ നിങ്ങളുടേത് ത്രിമൂർത്തിയുടെ കോട്ട് ഓഫ് ആംസ് ആണ്, അതായത് കുലമുദ്രയാണ്. നിങ്ങൾ ബ്രാഹ്മണരുടെ ഈ കുലം ഏറ്റവും ഉയർന്നതാണ്, കുടുംബയാണ്. ഇവിടെ രാജധാനിയുടെ സ്ഥാപനയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കോർട്ട് ഓഫ് ആംസിനെ കുറിച്ച് നിങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമേ അറിയൂ. ശിവബാബ നമ്മെ ബ്രഹ്മാവിലൂടെ പഠിപ്പിക്കുന്നു ദേവതയായി തീരുന്നതിനായി. വിനാശം സംഭവിക്കുക തന്നെ വേണം. ലോകം തമോപ്രധാനമായി തീരുമ്പോൾ പ്രകൃതിക്ഷോഭവും സഹായിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ ബുദ്ധി കൊണ്ട് എന്തെല്ലാമാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വയറ്റിൽ നിന്നും ഇരുമ്പുലക്കകൾ ഉണ്ടാകുന്നില്ല. ഇത് ശാസ്ത്രജ്ഞരാണ് നിർമ്മിച്ചത്. ഇതിലൂടെ മുഴുവൻ കുലത്തിന്റെ നാശമുണ്ടാകുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഏറ്റവും ഉയർന്നത് ശിവബാബയാണ്. പൂജ ചെയ്യേണ്ടതും ഒരേ ഒരു ശിവബാബയുടേതും ദേവതകളുടേതുമാണ്. ബ്രാഹ്മണരുടെ പൂജ ഒരിക്കലും ഉണ്ടാകുന്നില്ല. കാരണം നിങ്ങളുടെ ആത്മാവ് പവിത്രമായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ശരീരം പവിത്രമല്ല. അതുകൊണ്ട് പൂജയ്ക്ക് യോഗ്യരല്ല, മഹിമയ്ക്ക് യോഗ്യരാണ്. വന്ദേ മാതരം എന്ന് പറയാറുണ്ട്. മാതാക്കളുടെ സൈന്യം എന്തു ചെയ്തു? മാതാക്കൾ തന്നെയാണ് ശ്രീമത്ത് പ്രകാരം ജ്ഞാനം നൽകിയത്. മാതാക്കൾ എല്ലാവരെയും ജ്ഞാനാമൃതം കുടിപ്പിക്കുന്നു. യഥാർത്ഥ രീതിയിൽ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശാസ്ത്രങ്ങളിൽ വളരെയധികം കഥകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതാണ് അവർ കേൾപ്പിക്കുന്നത്. നിങ്ങൾ അതെല്ലാം തന്നെ സത്യം സത്യം എന്ന് പറഞ്ഞിരുന്നു. നിങ്ങളും ഇത് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ സത്യം സത്യം എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെയൊന്നും സത്യം സത്യം എന്ന് പറയാൻ സാധിക്കില്ല. മനുഷ്യർ കല്ല് ബുദ്ധികളായതുകൊണ്ടാണ് സത്യം സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു മഹിമയുണ്ട്, കല്ല് ബുദ്ധികളും പവിഴ ബുദ്ധികളും. പവിഴപുരിയിലെ നാഥന്മാരെയാണ് പവിഴ ബുദ്ധികൾ എന്ന് പറയുന്നത്. നേപ്പാളിൽ ഇതിന്റെ ചിത്രവുമുണ്ട്. പവിഴപുരിയിലെ നാഥനാണ് ലക്ഷ്മി നാരായണൻ. അതവരുടെ കുലമാണ്. ഇപ്പോൾ മുഖ്യമായ കാര്യം ഇതാണ്, രചയിതാവിന്റെയും രചനയുടെയും രഹസ്യത്തെക്കുറിച്ച് അറിയുക. ഇതിനെക്കുറിച്ചാണ് ഋഷി മുനിമാർ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞു വന്നത്. ഇപ്പോൾ നിങ്ങൾ ബാബയിലൂടെ സർവ്വതും അറിഞ്ഞു കഴിഞ്ഞു.
അതായത് ആസ്തികരായി മാറി. മായാ രാവണൻ നാസ്തികരാക്കി മാറ്റി. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സദാ സ്മൃതിയുണ്ടായിരിക്കണം, നമ്മൾ ബ്രഹ്മമുഖവംശാവലികളായ ബ്രാഹ്മണരാണ്. നമ്മൾ ഏറ്റവും ഉയർന്ന കുലത്തിലുള്ളവരാണ്. നമുക്ക് പവിത്രമായി തീരണം, പവിത്രമാക്കി മാറ്റണം. പതിത പാവനനായ ബാബയുടെ സഹയോഗിയായി മാറണം. 2. ഓർമ്മയുടെ കാര്യത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യരുത്. ദേഹാഭിമാനം കാരണമാണ് മായ ഓർമ്മയിൽ വിഘ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആദ്യം ദേഹാഭിമാനത്തെ ഉപേക്ഷിക്കണം. യോഗാഗ്നിയിലൂടെ പാപം നശിപ്പിക്കണം. വരദാനം: സാധനങ്ങളുടെ പ്രവൃത്തിയിൽ കഴിഞ്ഞുകൊണ്ടും കമലപുഷ്പ സമാനം വേറിട്ടവരും പ്രിയപ്പെട്ടവരുമായി കഴിയുന്ന പരിധിയില്ലാത്ത വൈരാഗിയായി ഭവിക്കൂ. സാധനങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതിനെ വിശാല ഹൃദയത്തോടെ ഉപയോഗിക്കൂ. ഈ സാധനങ്ങൾ ഉള്ളത് തന്നെ താങ്കൾക്ക് വേണ്ടിയാണ്. എന്നാൽ സാധനയെ മറക്കരുത്. പൂർണ്ണ ബാലൻസ് ഉണ്ടായിരിക്കണം. സാധനം മോശമല്ല. സാധനം താങ്കളുടെ കർമ്മത്തിന്റെ യോഗത്തിന്റെ ഫലമാണ്. എന്നാൽ സാധനത്തിന്റെ പ്രവൃത്തിയിൽ കഴിഞ്ഞുകൊണ്ടും കമലപുഷ്പ സമാനം വേറിട്ടതും ബാബയ്ക്ക് പ്രിയപ്പെട്ടതുമാകൂ. ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പ്രഭാവത്തിലേക്ക് വരരുത്. സാധനങ്ങളിൽ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി മറഞ്ഞു പോകരുത്. ആദ്യം സ്വയത്തിൽ ഇത് പ്രത്യക്ഷമാക്കൂ, ശേഷം വിശ്വത്തിന്റെ വായുമണ്ഡലത്തിൽ പരത്തൂ. സ്ലോഗൻ: പരവശരായവരെ സ്വസ്ഥിതിയിൽ ഇരുത്തുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സേവനം. ഓം ശാന്തി.